ഇനി ഒരിക്കലും മാറില്ല എന്ന് നിങ്ങൾ കരുതിയ കറുത്ത പാട് മുഖത്തുനിന്ന് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോം റെമഡി നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള കറുത്ത പാടുകൾ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, എന്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നേക്കുന്നത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇതെല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കൃത്യം കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് എത്ര തന്നെ കറുത്ത പാട് ഭയങ്കര ഡീപ്പായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും അത് ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണിത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. മഞ്ചിഷ്ടയുടെ പൊടി എന്ന് വെച്ചാൽ നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നതാണ്. സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഒരു പീരീഡ് ഓഫ് ടൈം എടുക്കും ഇത് നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണ്ടാവത്തില്ല, അത്രമാത്രം നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് കംപ്ലീറ്റ്ലി മാറുന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു പാടുകൾ മാറുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ചിഷ്ടയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ചിഷ്ടയുടെ പൊടി കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മുഖത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മഞ്ചിഷ്ടയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ബേസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. ഇത് നല്ല രീതിയിൽ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തരുത്, ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മൾ എടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് അലോവേര ജെല്ല് എടുത്തിട്ട് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അലോവേര ജെല്ലെടുത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. ഇത് വളരെ നാച്ചുറലായിട്ട് പ്യുവറായിട്ട് അലോവേര ലീവ്സിൽ നിന്ന് എടുത്ത അലോവേര ജെല്ലാണ്. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് ആവശ്യമുള്ളപ്പം യൂസ് ചെയ്യും. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ടയുടെ പൊടിയും കൂടെ ഒന്ന് ചെറിയൊരു മിക്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. എത്രമാത്രം നിങ്ങൾക്ക് കട്ടിയുള്ള പാൽ, അതായത് മീൻസ് ഒരു മിൽക്ക് ക്രീം ഉണ്ടല്ലോ, അത് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള പാലെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. സാധാരണ പാലെടുത്താൽ മതി, പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഇതിലൊരു മിൽക്ക് ക്രീം പോലെ വരുമല്ലോ, അത് നിങ്ങൾക്ക് കുറച്ച് മിക്സ് ചെയ്യാൻ പറ്റും. ഫുൾ അതെടുക്കണം എന്നല്ല, അതൊരു ഇച്ചിരി ഒരു അര സ്പൂൺ അതും എടുത്തിട്ട് ബാക്കി നിങ്ങൾ സാധാരണ പാലുമായിട്ട് മിക്സ് ചെയ്താൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ പാല് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്ന പാല് അതെടുക്കുക. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, മൊത്തം എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് ഒരേ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത്, പാലിന് പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാം. നല്ല കട്ട തൈര്, നല്ല കൊഴുപ്പുള്ള തൈര് നമുക്ക് യൂസ് ചെയ്യാം. കാര്യം മഞ്ചിഷ്ട നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ഡ്രൈയിങ് ആക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാണ്, എന്നിട്ട് എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രൈ സ്കിന്നുകാരുടെ കാര്യം പറയേ വേണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിതിൽ തൈര് അല്ലെങ്കിൽ പാല് മാത്രം ചേർത്തേ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം ഈ ഒരു പാക്ക് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇട്ട ഉടനെ ഇന്നിട്ടു നാളെ രാവിലെ ആകുമ്പോൾ നമ്മുടെ പാടുകളെല്ലാം പോയി മാജിക്ക് പോലെ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഞാനിവിടെ മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കൈയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മുഖത്തോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ കണ്ടോ കുറച്ച് തരിതരിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇത് ഒരുപാട് സമയം നമ്മൾ മുഖത്ത് വച്ചിരിക്കരുത്. ഒരു 10 മിനിറ്റ് മാത്രം വച്ചിരിക്കുക. ഇനി ഇതിനുള്ളിൽ
ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നുണ്ട്, പാക്ക് ഡ്രൈ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വെള്ളം തളിച്ചു കൊടുക്കണം. സ്പ്രേ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഖത്ത്. ഒരിക്കലും നമ്മളിതിനെ ഡ്രൈ ആകാനായിട്ട് വിടരുത്. ഡ്രൈ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഡ്രൈയിങ് ആയിട്ടുള്ള ഫൈൻ പൗഡർ പോലത്തെ ഒരു സംഭവം. ഇതിൻ്റെ ഹോൾ പീസസ്, അതായത് ഓൺലൈനിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഹോൾ പീസസ് മഞ്ചിഷ്ടയുടെ കഷ്ണങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ അതെടുത്ത് പൊടിച്ചാൽ മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇതാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇതിന് ഒരു സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തരി പോലെ ഉണ്ടാവും. ഇത് വെച്ച് നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ ഒന്നും നിൽക്കരുത്. ഇത് കുറച്ച് ഹാർഷായിട്ടുള്ള സ്ക്രബായി പോകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആവണം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആവാനായിട്ട് വിടരുത്. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നു തോന്നുമ്പോൾ തന്നെ ചെറിയൊരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ചെയ്യുക. സാധാരണ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇതൊരു 15 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾക്ക് വെച്ചിരിക്കാം. അത് ഡ്രൈ ആകാതിരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് വാഷ് ചെയ്യാം. അതല്ല നേരത്തെ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ച് നോക്കുക. പിന്നെയും ഡ്രൈ ആകുമ്പോൾ എന്തായാലും നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് മിനിമം വെച്ചിരുന്നാലും മതി. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആപ്ലിക്കേഷനാണ് വരുന്നത്. എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് ആരും മടിക്കേണ്ട. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മേ ബി കുറച്ച് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഉറപ്പായും റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിനെ ഒരച്ചൊരച്ച് കഴുകരുത്. ചെറിയൊരു പിങ്ക് ടിൻറ്റ് മുഖത്തുണ്ടാകും. അത് പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ്സോ പിങ്ക് ടിൻറ്റോ അധികം ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ പാലോ തൈരോ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ പിങ്ക് ടിൻറ്റും ഉണ്ടാവും, സ്കിൻ ഡ്രൈ ആകുകയും ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെ, ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക. പാല് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് തൈര് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത് കറക്റ്റ് ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ പാടുകൾ കംപ്ലീറ്റ്ലി മാറുന്നത് വരെ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് വേറെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്കോ അല്ലെങ്കിൽ സിറംസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. കാര്യം ഇതിനൊപ്പം നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ടാണ്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രാവിലെ സമയത്ത് ഇത് യൂസ് ചെയ്യുന്നതിനേക്കാളും രാത്രി കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞു. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. ചൂടുവെള്ളമോ അങ്ങനെയൊന്നും തന്നെ വേണ്ട. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക. എന്നിട്ട് നല്ല ഒരു ടവൽ യൂസ് ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ സ്കിന്നിൽ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു വൈബ്രൻറ്റ് ഫ്രഷ്നെസ് ഫീൽ ആകും. കാര്യം എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു മഞ്ചിഷ്ടയുടെ പൊടി എന്ന് വെച്ചാൽ അത്യാവശ്യം ഓയിലൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ നറിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുത്തത്. കാര്യം ഓയിലും മോയ്സ്ചറൈസറും വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി മഞ്ചിഷ്ടയ്ക്കുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുന്നത്തെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ അലോവേര ജെല്ലാണ് സാധാരണ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട്. പക്ഷേ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാക്ക്, കുറച്ച് ഡ്രൈയിങ് ആയിട്ടുള്ള പാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു നറിഷ്മെൻറ്റ് കൂടുതൽ തരുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ ആ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, 10 മിനിറ്റ് വെച്ചിരിക്കുക, എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. ഇത് രാത്രി സമയത്ത് ചെയ്തിട്ട് കിടന്നുറങ്ങാം. നന്നായിട്ട് വർക്കാവും. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനൊപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ വേറെ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. അതല്ല നമ്മളിപ്പോൾ രാത്രിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ രാവിലെ സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സിറംസും ക്രീംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.